ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയാണ് ദൈവം, എൻ്റെ അച്ഛനാണ് ദൈവം. അത് കഴിഞ്ഞേ ഉള്ളൂ ദൈവം എന്ന് പറയുന്നത്. വെറുതെയല്ല പഴയ ആൾക്കാർ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്, വെറുതെയല്ല വിഡ്ഢികളെ. അതായത് ഈ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിൽ കൊടുക്കുക, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ കൊടുക്കുക. ഇതൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. ഇതൊന്നും 25 കൊല്ലം ഞാൻ ദൈവമില്ല, എൻ്റെ അമ്മയാണ് ദൈവം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളാണ് ഞാൻ. തൊഴുതാത്ത ആളാണ് ഞാൻ. അമ്പലങ്ങളിൽ പോകാറില്ല, ഞാൻ തൊഴാറില്ല. ഞാൻ എൻ്റെ പ്രവൃത്തികളിലൂടെയാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടതയിൽ കിടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ, ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ ഇരിക്കാൻ വീടില്ലാതെ ജീവിക്കുമ്പോൾ ഒരു കൈ ആര് തന്ന് നമ്മളെ സഹായിക്കുന്നു, അവരാണ് ദൈവം. അതായത് ഈ പ്രപഞ്ചശക്തി ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ദൈവം നമ്മൾക്ക് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാറില്ല. അപ്പം ദൈവം എന്ന് പറയുന്ന രൂപങ്ങൾ നമ്മൾ സാങ്കല്പികത്തിൽ മാത്രം സൃഷ്ടിച്ചതാണ്. ഈ രൂപങ്ങൾ, ദൈവത്തിന് രൂപമില്ല. ദൈവം വെളിച്ചം, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, പ്രപഞ്ചം, ഇതൊക്കെയാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മളിൽ ഒരാൾ നമ്മളൊരു കുഴിയിൽ വീണ് കിടക്കുമ്പോൾ ആ കൈ തന്ന് സഹായിക്കുന്ന ആ കൈയിലൂടെ നമ്മളെ ദൈവമായി വന്ന് നമ്മളെ സഹായിക്കുന്നത്, അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സിനിമാ നടന്മാരെ, സിനിമാ നടികളെ, ഇല്ലെങ്കിൽ ഈ ആൾ ദൈവങ്ങളെ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പോയി തൊഴുതുക, അവരുടെ കാലിൽ വീഴുക, അവരുടെ കാല് പോയിട്ട് കഴുകുക, ഇതൊന്നും ഞാൻ ചെയ്യാത്ത ആളാണ്. എന്നാൽ കഴിയുന്നത് ഞാൻ സഹായിക്കും. എന്നാൽ കഴിയുന്നത് അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുക, നല്ലത് പ്രവർത്തിക്കുക. അതാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ജനങ്ങളോട് എൻ്റെ ഒരു അപേക്ഷയാണ്, ജാതി മതം പറഞ്ഞ് തല്ലുകൂടാതെ ഒത്തൊരുമയോടുകൂടി നമ്മൾ ഏറെ കുറെ കാലങ്ങളൊന്നും നമ്മൾ ജീവിക്കില്ല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏറി വന്ന ഇന്നത്തെ കുട്ടികളെല്ലാം 10, 50, 40, 45 വയസ്സിലെല്ലാം മരിച്ചു പോകുന്നത്. പഴയ ആൾക്കാരാണ് 60, 70 വയസ്സ് വരെ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മരിക്കുമ്പോൾ ജീവൻ പോകുന്നതും ഒരേപോലെയാണ്. നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടിയ ഒരു സ്വത്തുകളും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ജാതി മതം പറഞ്ഞ് കടി കൂടുന്നത്? കടിച്ചിട്ട് എന്താണ്? ഒന്നുമില്ല. ജീവിക്കുന്ന കാലം സന്തോഷത്തോടുകൂടി ജീവിക്കുക, എന്നിട്ട് മരിക്കുക. ഇപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും കൊണ്ടുപോയിട്ട് ഒരേപോലെയാണ് ചെയ്യുന്നത്. ചിലവർ കത്തിക്കുന്നു, ചിലവർ കുഴിച്ചിടുന്നു. അപ്പോൾ ഇതെല്ലാം പോണ ആത്മാവെല്ലാം നമ്മൾ വായുവിലങ്ങ് പോകുന്നു. അല്ലാതെ എന്നെ സംബന്ധിച്ചിട്ട് സ്വർഗം നരകം എന്നൊന്നുമില്ല ഈ ജീവിതത്തിൽ. അപ്പോൾ ഈ ജീവിതത്തിൽ സ്വർഗം നരകം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന വേദനകൾ തന്നെയാണ് നരകം. മനസ്സിലാവുണ്ടോ? ഞാനൊരു അമ്മച്ചിനെ നോക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. BP ലോ ആയിട്ട് വീണതാണ്. അവർ കോമയിലാണ് കിടക്കുന്നത്. തീട്ടം പോണത് അറിയില്ല, മൂത്രം പോണത് അറിയില്ല, ഭക്ഷണമില്ല, മൂക്കിൽ കൂടെയാണ് പാല് കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന 4 വർഷമായി ഞാൻ നോക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് നരകം. മനസ്സിലായോ? ഒന്ന് സംസാരിക്കാൻ കഴിയില്ല, കൈകാല് അനക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നരക ജീവിതം. സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന കാലം വരെ നന്നായിട്ട് അസുഖങ്ങളൊന്നും വരാതെ നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗം തന്നെയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഒന്നും ആരും കൊണ്ടുപോകുന്നില്ല. ഇനിയെങ്കിലും ജനങ്ങളുടെ തലയിൽ കുറച്ചൊരു ബുദ്ധിയെങ്കിലും, ഈ തലച്ചോറിന് പകരം തീട്ടം നിറച്ച ജനങ്ങളാണ് നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലുമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡൽഹിയിൽ കണ്ടില്ലേ, പെസഹ വ്യാഴാഴ്ചൻ്റെ അന്ന് ക്രിസ്ത്യൻസുകൾ അവിടെ പാട്ട് പാടുന്നു എന്നും പറഞ്ഞ് കുറേ ഹിന്ദുക്കൾ പോയിട്ട് ഭ്രാന്ത് കാണിച്ചിരിക്കുന്നത്. എന്തിന്? എന്ത് നേടാൻ? ആർക്കും വേണ്ടി നേടാൻ? ഇപ്പോഴും ഭരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ആണോ? അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ മറ്റുള്ള മതക്കാർ ചെയ്യുന്നത്? ഇതെല്ലാം എന്തിനാണ്? ഒന്നുമില്ല ഈ ലോകത്തിൽ. വെറും ഉള്ളി സവോള പൊളിച്ച പോലെയാണ്. തൊലി കളയ അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് പൊള്ളയാണ്. ഒന്നുമില്ല ഈ ലോകത്തിൽ, ഒന്നും നേടാനുമില്ല.
ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇനിയെങ്കിലും വിഡ്ഢികളായ ജനങ്ങളെ നിങ്ങൾ സമാധാനമായി ജീവിക്കാൻ ജനങ്ങൾ ചിന്തിച്ചാലേ നടക്കുകയുള്ളൂ. അല്ലാതെ രാഷ്ട്രങ്ങളും മതങ്ങളും ഇല്ലെങ്കിൽ മന്ത്രിമാരും വിചാരിച്ചാലൊന്നും ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പോലെ കുവൈറ്റും സൗദിയും പോലെ ആയിരിക്കണം. അതായത് തെറ്റ് ചെയ്യുന്നവന് തക്കതായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. നമ്മുടെ ഇന്ത്യ കേരളമൊക്കെ എത്ര വൃത്തികെട്ട നാടായിപ്പോയി. ഇതൊക്കെ കേരളമാണോ ഇന്ത്യയാണോ? പുച്ഛമാണ് എനിക്ക്, വെറുപ്പാണ് എനിക്ക്. ഭരണാധികാരികളെ വെറുപ്പാണ്. കാരണം ഒരു നല്ല ഭരണാധികാരികൾ ഈ സമൂഹത്തിലുണ്ടോ? കേരളം എന്ന് പറയുന്ന നാട്ടിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഇല്ല. നല്ലവരെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നുമില്ല. തല്ലും അടിയും വെട്ടും കുത്തും കഞ്ചാവും മറ്റേ ലഹരി വസ്തുക്കളും പെണ്ണുപിടിയും ഇനി ഇല്ലാത്തത് എന്താ ഉള്ളത്? ഇന്ത്യയിൽ വല്ലതും ഉണ്ടോ? സുലഭമായി കിട്ടുന്ന ലഹരി വസ്തുക്കൾ. ഓരോ വീട്ടിലെ മക്കൾ നശിച്ചു പോകുന്നു. ഓരോ വീട്ടിലും എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇരിക്കാൻ വീടില്ല, പാവപ്പെട്ടവരില്ല, പട്ടിണിക്കാരില്ല എന്ന് ഘോരം പ്രസംഗിക്കുന്ന മന്ത്രിമാർ. എന്നിട്ടും ഇന്ന് ഈ വൃദ്ധസദനങ്ങളും ഹെൽപ്പുകളും ഈ യൂട്യൂബ് വരുമാനം കിട്ടുന്നവരും സഹായിക്കുന്നില്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ പാവപ്പെട്ടവരെ എങ്ങനെ ജീവിക്കും? യൂട്യൂബ് തുടങ്ങി അതിൽ നിന്ന് വരുമാനം വരുമ്പോൾ ഓരോരുത്തർക്ക് സഹായിക്കുന്നു. എത്രയെത്ര മനുഷ്യർ, യൂസഫ് അലി സാറിനെ പോലെയുള്ള എത്രയോ വലിയ മനുഷ്യർ സഹായിക്കുന്നു. ഇതൊക്കെ ഭരണാധികാരികളാണോ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ മതമാണോ ചെയ്യുന്നത്? അല്ല, മനുഷ്യനാണ്. ഒരു സംഘടനയാണ് ചെയ്യുന്നെങ്കിലും അതൊരു മനുഷ്യരായിട്ട് കാണി. അതിനെ മതമായിട്ട് കാണരുത്, മതമായിട്ട് പ്രവചിക്കരുത്. എൻ്റെ ഒരു ശരിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ 4 കൊല്ലമായിട്ട് ഒരാളിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം എൻ്റെ ഈ ഹൃദയത്തിൽ ഇന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എത്രയോ താഴ്മയോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ച് കടമുണ്ട് എൻ്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി. അതൊന്ന് വീടി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി വിഷു.